എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യത്യസ്ത തരത്തിലുള്ള ലൈറ്റ് റേസ് വരുന്ന സമയത്ത് എങ്ങനെ അത് റിഫ്ലക്ട് ചെയ്യുമെന്ന് കണ്ടു. അതുകൂടാതെ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, അനന്തതയിലുള്ള വസ്തുവിന്റെ പ്രതിബിംബ രൂപീകരണത്തിന്റെ ചിത്രവും വരച്ചു. ഇനി നമുക്ക് കോൺകേവ് മിററിൽ ഒബ്ജക്റ്റ് അറ്റ് സിയിൽ ബിയോണ്ട് സി എന്ന് പറഞ്ഞാൽ സിക്കും അപ്പുറം. അപ്പൊ ആദ്യം മിറർ വരച്ചു. ശ്രദ്ധിക്കുക, മിറർ വരച്ച് ഞാൻ സി അടയാളപ്പെടുത്തുക, സെന്റർ, അതിന്റെ നടുഭാഗം എഫ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഈ വസ്തുവിനെ എവിടെ വെക്കേണ്ടത്? അടുത്ത പൊസിഷൻ ബിയോണ്ട് സി ആണ്, സിക്കും അപ്പുറം, ബിയോണ്ട് സി, ഒബ്ജക്ട് ബിയോണ്ട് സി. അപ്പോ ഇതാണ് എവിടെയാണ് സിക്കും അപ്പുറം, ഇപ്പുറത്ത് വെക്കണം. ഒബ്ജക്ട് നമ്മളാണ് വന്ന് നിൽക്കണമെന്ന് വെച്ചാൽ നമ്മളെ ഒബ്ജക്ട്. അപ്പൊ നമ്മളെയൊന്നും വരയ്ക്കാൻ പറ്റില്ല. അത് നമ്മൾ ഒബ്ജക്ട് വളരെ എളുപ്പത്തിൽ വരയ്ക്കും. ഒരു ഏരോ മാർക്ക് വെച്ച് OB എന്ന് എഴുതിയാൽ ഒബ്ജക്റ്റായി, വളരെ എളുപ്പമാണ്. ഇനി ഇതിൽ നിന്ന് രണ്ട് ലൈറ്റ് റേസ് നമുക്ക് മിററിലേക്ക് വരയ്ക്കണം. നമുക്ക് അറിയണ തരത്തിൽ വരയ്ക്കണം. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരച്ചു. ഇങ്ങനെ വരച്ചാൽ അറിയാം നമുക്കത് എങ്ങനെയാ റിഫ്ലക്ട് ചെയ്യുന്നത്. എങ്ങനെയാ? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ വരും. ഓൾറെഡി പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ വരച്ചു. ഇനി ഇതിൽ കൂടെ വരയ്ക്കാം, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ വരയ്ക്കാം, അല്ലെങ്കിൽ സിയിലൂടെ വരയ്ക്കാം, ഏതാച്ചാ വരയ്ക്കാം. ഞാൻ സിയിലൂടെ വരച്ചു. അപ്പൊ സിയുടെ ഡയറക്ഷനിൽ വന്നു. ഇതെങ്ങനെ പോവും? അതേപടി പോവും, ഇങ്ങനെ പോവും. ഇങ്ങനെ നോക്കി റിഫ്ലക്ട് ചെയ്ത പ്രതിഫലിച്ച പ്രകാശകിരണങ്ങൾ എവിടെയെങ്കിലും സന്ധിക്കുന്നുണ്ടോ നോക്കി. ഇങ്ങനെ ഇതാണ് ഒരെണ്ണം പ്രതിഫലിച്ചത്, റിഫ്ലക്ട് ചെയ്തത്. ഒരെണ്ണം ഇതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇമേജ് ഉണ്ടാവും. ഇമേജിന്റെ ഏത് ഭാഗം ഉണ്ടാവും? എവിടുന്നാണോ പുറപ്പെട്ടത് ആ ഭാഗം. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ തല അയ്യം ഇമേജ്, ഇവിടെ ഇമേജ് ഉണ്ടാവും, അയ്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പൊസിഷൻ എവിടെയാ? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സ്ഥാനം എവിടെ എഴുതേണ്ടത്? എഴുതി വെക്കണം, സ്ഥാനം എഴുതി വെക്കണം. സിക്കും എഫിനും ഇടയിൽ. അടുത്തതായിട്ട് എഴുതേണ്ടത് റിയൽ ആണോ വെർച്വൽ ആണോ? കൃത്യമായിട്ട് ഇന്റർസെക്ട് കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പൊ റിയൽ, യഥാർത്ഥം. മലയാളം മീഡിയംകാർ എഴുതേണ്ടത് യഥാർത്ഥം. പിന്നെ ചെറുതാണോ വലുതാണോ? കണ്ടു കഴിഞ്ഞാൽ അറിയാം, ചെറുതാണ്, വസ്തുവിനേക്കാൾ ചെറുത്, ഡിമിനിഷ്ഡ്. പിന്നെ തലകീഴായതാണോ നിവർന്നതാണോ? തലകീഴായത്, ഇൻവേർട്ടഡ്. ഇത്രയും കാര്യങ്ങൾ എഴുതണം. അതാണ് ബിയോണ്ട് സി. ഇത് വരച്ച് പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ആദ്യത്തെ പൊസിഷൻ ബിയോണ്ട് സി. നമുക്ക് അടുത്ത പൊസിഷനിലേക്ക് പോവാം. ബിയോണ്ട് സി കഴിഞ്ഞാൽ അടുത്ത പൊസിഷൻ സി, അറ്റ് സി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സിയിൽ വസ്തുവിനെ വെച്ചു. ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് അതിൽ കൂടെ പോരും, പ്രിൻസിപ്പൽ ഫോക്കസ് കൂടെ വരും. ഇനി സിയുടെ ഡയറക്ഷനിൽ വസ്തുവിൽ തട്ടി വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഏതി കൂടെ വരച്ചു? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ ഒരു ലൈറ്റ് റേ വന്നു, ഒരു പ്രകാശകിരണം വന്നു. നമുക്കറിയാം അത് റിഫ്ലക്ട് ചെയ്ത് ഏതി കൂടെ പോവും? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോവും. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഇതാണ് റിഫ്ലക്റ്റഡ് റേ. ഇത് രണ്ടും ഇവിടെ ഇന്റർസെക്ട് ചെയ്തു. അപ്പൊ ഇവിടെ ഇമേജ് ഉണ്ടാവും. ഇത് OB, ഇത് IM. അപ്പൊ ശ്രദ്ധിക്കുക, സി പൊസിഷൻ എവിടെയാ? എറ്റ് സി ആണ്. സിയിൽ ആണ്. അപ്പൊ സിയിൽ വസ്തുവിനെ വെച്ചാൽ ഇമേജും എവിടെയാ? എറ്റ് സി, സിയിൽ തന്നെ ലഭിക്കും. അപ്പൊ അതാണ് എഴുതേണ്ടത്, എറ്റ് സി, പൊസിഷൻ, സ്ഥാനം സിയിൽ. ഇനി റിയൽ കൃത്യമായിട്ട് കൂട്ടിമുട്ടുന്നുണ്ട്. റിയൽ, ഇൻവേർട്ടഡ്, തലകീഴായതാണ്. പിന്നെയോ സൈസ്, സെയിം ആസ് ഒബ്ജക്ട്, വസ്തുവിന്റെ അതേ വലുപ്പം. അപ്പൊ ഈ ചിത്രവും 3 പ്രാവശ്യം വരച്ച് പഠിക്കണം. ഞാൻ അടുത്തേക്ക് പോകാം. അടുത്ത പൊസിഷൻ അപ്പൊ ബിയോണ്ട് സി, എറ്റ് സി, എറ്റ് സി. അപ്പൊ അടുത്തെന്തായിരിക്കും? ബിറ്റ്വീൻ സി ആൻഡ് എഫ്, സിക്കും എഫിനും ഇടയിൽ വസ്തുവിനെ വെച്ചു. OB, ഒബ്ജക്റ്റ് എന്ന് എഴുതി. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരെണ്ണം വരച്ചു. ഏതി കൂടെ പോവും? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ പോവും. ഇനി ഒരെണ്ണം വരയ്ക്കാം, പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഡയറക്ഷനിൽ വരയ്ക്കാം, മുഖ്യ ഫോക്കസിന്റെ. ഏതി കൂടെ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് റിഫ്ലക്ട് ചെയ്യും. എവിടെ ഉണ്ടാവും? ഇവിടെ ഉണ്ടാവും, IM. എന്താ പ്രത്യേകത? ബി. അപ്പൊ
ബിറ്റ്വീൻ സി ആൻഡ് എഫ്. പൊസിഷൻ ഏതാ? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആകുമ്പോൾ എന്താവുന്നത്? എവിടെയാ പൊസിഷൻ? ഇമേജിന്റെ പൊസിഷൻ ബിയോണ്ട് സി. സിക്കും അപ്പുറം. റിയൽ, ഇൻവേർട്ടഡ്, എൻലാർജ്ഡ്, യഥാർത്ഥം, വസ്തുവിനേക്കാൾ വലുത്, പിന്നെയോ തലകീഴായത്. തലകീഴായത്. അത്രയേ. അപ്പോ ബിയോണ്ട് സി കഴിഞ്ഞു, എറ്റ് സി കഴിഞ്ഞു, ബിറ്റ്വീൻ സി ആൻഡ് എഫ് കഴിഞ്ഞു. അടുത്തത് എവിടെയാ? എഫിൽ. അടുത്തത് എഫിൽ. എഫിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? സി എഫ്. എഫിൽ വെച്ചു. ഒരെണ്ണം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് അതേത് കൂടെ പോവും? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ പോവും. ഇനിയോ ഒരെണ്ണം സിയുടെ ഡയറക്ഷനിൽ വരയ്ക്കാം. സിയുടെ ഡയറക്ഷനിൽ വസ്തുവിൽ തട്ടി മിററിലേക്ക് പോകുന്നു. ആ റിഫ്ലക്ട് ചെയ്ത് എങ്ങനെ പോവും? അതേപടി പോരും. അപ്പോൾ ഇതുവരെ കണ്ട മാതിരിയല്ല. ഈ രണ്ട് ലൈറ്റ് റേസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഇനി അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കൂട്ടിമുട്ടുന്നതായിട്ട് തോന്നൂല്ല. അപ്പൊ കൂട്ടിമുട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല? ഇമേജ് ഫോം ചെയ്യില്ല, പ്രതിബിംബം രൂപപ്പെടില്ല. അപ്പൊ പിന്നെ എന്താ പ്രോപ്പർട്ടീസ്? ഒരു പ്രോപ്പർട്ടീസും എഴുതാനില്ല. ഇനി അടുത്ത പൊസിഷൻ ഏതായിരിക്കും? ആലോചിക്കുക. ആദ്യം ഇൻഫിനിറ്റി, അതിനുശേഷം ബിയോണ്ട് സി, എറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, എറ്റ് എഫ്. അപ്പൊ അടുത്തെന്തായിരിക്കും? ബിറ്റ്വീൻ എഫ് ആൻഡ് പി. പോളിനും മിററിനും ഇടയിൽ. പ്രിൻസിപ്പൽ ആക്സിസിന് ഒബ്ജക്റ്റ് വെച്ചു, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരച്ചു. ഏതിൽ കൂടെ പോകും? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ പോകും. അടുത്ത് എങ്ങനെ വരയ്ക്കാം? സിയുടെ ഡയറക്ഷനിൽ വരച്ചൂടെ? സിയുടെ ഡയറക്ഷനിൽ ഒരെണ്ണം വരച്ചു. അത് അതേപടി റിഫ്ലക്ട് ചെയ്യും. ഇവിടെ അത് ഒരിക്കലും കൂട്ടിമുട്ടിൽ അകന്നു പോവുക ചെയ്യണം. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മറുവശത്ത് കൂട്ടിമുട്ടുന്നതായിട്ട് തോന്നും. അങ്ങനെ തോന്നുന്ന കാരണം ഇവിടെ ഇമേജ് ഉണ്ടാവും. അയ്യം ഇവിടെയാണ് കൂട്ടിമുട്ടുന്നത്. അപ്പൊ ഇവിടെ തലയാണ് ഉണ്ടാവുക. അപ്പൊ അയ്യം ഇതെങ്ങനെയായിരിക്കും? ഇറക്റ്റ്, നിവർന്നതായിരിക്കും. പൊസിഷൻ എവിടെ എഴുതുക? ഇവിടെ സിയും എഫും ഒന്നുമില്ല. അപ്പൊ പൊസിഷൻ എന്താ? ബിഹൈൻഡ് ദ മിറർ. റിയൽ ആണോ വെർച്വൽ ആണോ? വെർച്വൽ. ഇതാണ് വെർച്വൽ എന്ന് പറഞ്ഞാൽ ഈ ഇമേജ് എവിടെ കാണുക? ദർപ്പണം, മിററിന്റെ ഉള്ളിൽ നമ്മൾ സാധാരണ കണ്ണാടിയിൽ കാണുന്ന മാതിരി. ഇതിനു മുമ്പ് കണ്ട ഇമേജ് ഒക്കെ നമുക്ക് കിട്ടണം വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ നമ്മുടെ ഇമേജ് ഉണ്ടായത് അവിടെ ഒരു വൈറ്റ് സ്ക്രീൻ, അവിടെ ഒരു സ്ക്രീൻ വെക്കണം. അപ്പോഴും സ്ക്രീനിൽ ഇത് കാണുള്ളൂ. അതാണ് മാറ്റം. അപ്പൊ ഇതേതാ? വെർച്വൽ ആണ് അല്ലെങ്കിൽ മിഥ്യയാണ്. ഇതുവരെ കണ്ട പ്രതിബിംബങ്ങളൊക്കെയോ യഥാർത്ഥം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇതോടുകൂടി കോൺകേവ് ശ്രദ്ധിക്കുക. ഇത്രയും നമ്മൾ വരച്ചത് മുഴുവൻ കോൺകേവിന്റെ ഇമേജ് ഫോർമേഷൻ ഇതോടെ തീർന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? കോൺവെക്സിൽ പഠിക്കാം. ഓക്കെ.